നമസ്കാരം. ലൈഫ് അറ്റ് ദ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഏവർക്കും പ്രിയപ്പെട്ട നാടൻ മാങ്ങ അച്ചാർ വളരെ എളുപ്പത്തിലും രുചിയിലും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ മാങ്ങയുണ്ട്. ഇത് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു തുണി കൊണ്ട് വെള്ളമെല്ലാം ഒപ്പിയെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ എടുക്കുക. അതിനെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. തീരെ ചെറുതാവാതെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഞാനിവിടെ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉലുവയും ചേർത്ത് ചൂടാക്കി എടുക്കുക. കടുക് പൊട്ടുന്നതാണ് പരുവം. ഇവ രണ്ടും ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കുക. പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി 50 ഗ്രാം, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. കാശ്മീരിയും സാദാ മുളകും കൂടെ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. നമുക്കിനി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഏകദേശം 150 ഗ്രാം നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ചുമന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കായം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടി പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് തിള മാറിയതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഏകദേശം 3 ദിവസത്തിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. അടിപൊളി മാങ്ങാച്ചാർ തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.